നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എൻസോ ഫെർണാണ്ടസിനെ ചുറ്റിപ്പറ്റിയാണല്ലോ. എൻസോക്ക് നാളെ വൈകിട്ട് UK സമയം 5 മണി വരെയാണ് ചെൽസി ഒരു ഡെഡ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അതിന് ഉള്ളിൽ ട്രാൻസ്ഫർ നടന്നിരിക്കണം, അങ്ങനെയാണെങ്കിൽ പോകാം എന്നുള്ളതാണ്. സിറ്റിക്ക് താരത്തിൽ വലിയ താല്പര്യമുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യവുമാണ്. എന്നാൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? അതുപോലെ തന്നെ ഗബ്രിയൽ ഹീസസിൻ്റെ കാര്യത്തിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. സാവിഞ്ഞോ ചില കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ക്യൂട്ടി റൊമേറോയുടെ ട്രാൻസ്ഫർ, ഇങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. സോ ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. ആദ്യം നമുക്ക് ഇന്നത്തെ സുപ്രധാന ചർച്ചാ വിഷയമായ എൻസോ ഫെർണാണ്ടസിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. UK സമയം ഇന്ന് 4 മണി വരെ ഒരു ബിഡും ചെൽസിയിലേക്ക് ഒഫീഷ്യലി എത്തിയിട്ടില്ല. അപ്പോൾ ചിലരൊക്കെ 102 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ടിൻ്റെ ബിഡ് സിറ്റി വെച്ചെന്നും ചെൽസി നിരസിച്ചെന്നൊക്കെ വാർത്ത കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇതുവരെ ഒരു ഒഫീഷ്യൽ ബിഡും ചെൽസിയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഫബ്രീസിയോ റൊമാനോ പറയുന്നത്. അപ്പോൾ ഇനി 10-25 മണിക്കൂറാണ് ആ ഡെഡ് ലൈനിൽ ബാക്കിയുള്ളത്. എന്ത് സംഭവിക്കുമെന്നാണ് അറിയേണ്ടത്. ചെൽസി FC അവരുടെ സ്റ്റാൻഡിൽ നിന്ന് ഒരു മാറ്റവും വരുത്തുന്നില്ല. 120 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ട് നെറ്റ് അവർക്ക് വേണം എന്ന് തന്നെയാണ് അവരാവശ്യപ്പെടുന്നത്. 120 മില്യൺ യൂറോസ് അല്ല, മറിച്ച് 120 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ട് തന്നെ വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഏതായാലും ബാക്കി കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇതുവരെ നീക്കം നടന്നിട്ടില്ല. അപ്പോൾ എന്തോ സംഭവിക്കാം. ആ സമയം ഇന്ന് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നത് ഗബ്രിയൽ ഹീസസിൻ്റേതാണ്. ഗബ്രിയൽ ഹീസസ് ആഴ്സണൽ വിടാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ വന്നുകൊണ്ടിരുന്നല്ലോ. നാപ്പോളി താരത്തിനായിട്ട് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റായിട്ട് അവർ ആഴ്സണലുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. ഗബ്രിയൽ ഹീസസിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കണ്ടീഷനാണ് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ വേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ നാപ്പോളി ഇപ്പോൾ അവരുടെ ക്ലബിനുള്ളിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ഫബ്രീസിയോ റൊമാനോ, ഇറ്റലിക്കാരനായിട്ടുള്ള ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡീൽ നൗ ഡിപ്പെൻഡ്സ് ഓൺ നാപ്പോളി എക്സിറ്റ്സ്. അതായത് ഇപ്പോൾ ലുക്കാക്കു പോയിട്ടുണ്ട്, കൂടാതെ മറ്റു ചില താരങ്ങൾ കൂടി പോവേണ്ടതുണ്ട്. അതനുസരിച്ചായിരിക്കും ഗബ്രിയൽ ഹീസസിനായിട്ടുള്ള നീക്കം നടത്തുക. അതോടൊപ്പം തന്നെ എഗ്രിമെൻറ്റ്, പേഴ്സണൽ ടേംസിലുള്ള എഗ്രിമെൻറ്റ്സും. ഏതായാലും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെ ഹീസസിൻ്റെ കാര്യത്തിൽ ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ബ്രസീലുകാർ ഉറ്റു നോക്കുന്നത് സാവിഞ്ഞോയുടേതാണ്. സാവിഞ്ഞോ നേരത്തെ തന്നെ സിറ്റി അറിയിച്ചതാണ് തനിക്ക് പോകണം, ടോട്ടൻഹാം ഹോട്ട്സ്പറിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇതുവരെ ആ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. ഇന്ന് അദ്ദേഹം ട്രെയിനിങ്ങിന് എത്തിയിട്ടില്ല. അതേസമയം സിറ്റി സോഴ്സുകൾ പറഞ്ഞ അദ്ദേഹത്തിന് അസുഖമാണ്, അതുകൊണ്ടാണ് അദ്ദേഹം ട്രെയിനിങ്ങിന് വരാത്തതെന്നാണ്. ഏതായാലും സാവിഞ്ഞോ വളരെ ക്ലിയർ ആണ്. വൺസ് അഗെയിൻ ഈ ആഴ്ച അദ്ദേഹം സിറ്റിയെ അറിയിച്ചിട്ടുണ്ട് ഹി വാണ്ട്സ് ടു ലീവ് ആൻഡ് ജോയിൻ ടോട്ടൻഹാം എന്നുള്ളത്. ആ കാര്യത്തിൽ ഇനി അധികം വൈകാതെ തീരുമാനം വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുക. അതേസമയം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സിറ്റിയുടെ കാര്യത്തിൽ അവരുടെ താരം ജിയാനി റൈൻഡേഴ്സിൻ്റെതാണ്. അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടി അൽ ഖാദിസിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. 60 മില്യൺ യൂറോയുടെ ഒരു ഡീലാണ് അവിടെ നടക്കുന്നത് എന്നുള്ള വാർത്തകൾ ചില സോഴ്സുകൾ നൽകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു വെർബൽ എഗ്രിമെൻറ്റിലേക്ക് അൽ ഖാദിസിയയും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ താരവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്താൻ അൽ ഖാദിസിക്ക് പറ്റിയിട്ടില്ല. ഡീൽ ഡിപ്പെൻഡ്സ് ഓൺ പ്ലെയേഴ്സ് ഡിസിഷൻ എന്ന് വളരെ കൃത്യമായിട്ട് ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തു. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് താരത്തിൽ ഇൻട്രസ്റ്റഡ് ആണ്, പക്ഷേ ഇതുവരെ അത്തരത്തിലുള്ള ഒഫീഷ്യൽ ബിഡും കാര്യങ്ങളൊന്നും പോയിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ലാസിയോ ഇതാ ഡേവിഡ് ഫ്രാറ്റസിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എഗ്രിമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇൻ്റർ മിലാനുമായിട്ട് അവർ എഗ്രിമെൻറ്റിൽ എത്തിയിരിക്കുന്നു എന്ന് ഫബ്രീസിയോ സ്ഥിരീകരിക്കുന്നു. അദ്ദേഹം ഹിയർ വീഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു. ഇറ്റാലിയൻ മധ്യനിര താരം 1 മില്യൺ യൂറോ ലോൺ ഫീസിന് ലോൺ പേയ്മെൻറ്റിന് ആദ്യം ജോയിൻ ചെയ്യും. അതിനുശേഷം 14 മില്യൺ യൂറോയുടെ ബൈ ഓപ്ഷൻ ക്ലോസ് കൂടിയുണ്ട്. അത് മാൻഡറ്ററി ആയിരിക്കും ബേസ്ഡ് ഓൺ അപ്പിയറൻസസ് ഓർ ലാസിയോ സീരിയ ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഫബ്രീസിയോ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ബ്രാഡ്ലി ബർക്കോളയുടേത്. ബർക്കോളയ്ക്ക് വേണ്ടി ലിവർപൂൾ രംഗത്തുണ്ട്. വളരെ ശക്തമായിട്ടുള്ള രൂപത്തിൽ നീക്കങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ അതിലൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാലും അദ്ദേഹം ലിവർപൂളിലേക്ക് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ലിവർപൂൾ 2 വിങ്ങേഴ്സിനെ കൂടി സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തേക്കും. എസ്പെഷ്യലി കോഡി ഗാക്പോ ടോട്ടൻഹാം ഹോട്ട്സ്പറിലേക്ക്
ജോയിൻ ചെയ്യുകയാണെങ്കിൽ ലിവർപൂൾ 2 വിങ്ങേഴ്സിനെ കൂടി അവരുടെ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തേക്കുമെന്നാണ് ഫബ്രീസിയോയുടെ റിപ്പോർട്ട്. ബാർക്കോള ഡീല് ഇപ്പോഴും ചർച്ചയിൽ നിൽക്കുകയാണ്. PSG-യുമായിട്ട് അവർ ചർച്ച നടത്തുന്നു. സോ അതുകൂടാതെ 1 മോർ വിങ്ങറെ കൂടി അവർ ആഡ് ചെയ്തേക്കും എന്നുള്ളതാണ് വിവരം. ഇബ്രാഹിം അംബായെ അവരുടെ ലിസ്റ്റിലുണ്ട്, പക്ഷെ അദ്ദേഹം ടു എക്സ്പെൻസീവ് ആയിട്ടാണ് ഇപ്പോൾ ലിവർപൂൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ റാഷ്ഫോർഡിൻ്റെ കാര്യം എന്താവും എന്നുള്ളൊരു ചോദ്യം പല ബാഴ്സ ആരാധകരും യുണൈറ്റഡ് ആരാധകരൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് മൈക്കിൾ കാരിക്കിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് റാഷ്ഫോർഡ് ഈസ് അവർ പ്ലെയർ ആൻഡ് ഹീസ് കം ബാക്ക് ഈസ് ഗ്രേറ്റ് എന്നാണ്. സോ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകും എന്നാണ് എന്ന് കൃത്യമായിട്ട് മൈക്കിൾ കാരിക്ക് പറയുന്നുണ്ട്. ഇനി ക്യൂട്ടി റൊമേറോയുടെ കാര്യം. ക്യൂട്ടി റൊമേറോ എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് തന്നെയാണ്. ഇന്നത്തെ ദിവസം തന്നെ ട്രാവലിങ്ങും മെഡിക്കലൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നു. ബാഴ്സലോണ താരത്തിനായിട്ട് നീക്കങ്ങൾ നടത്തിയിട്ടില്ല. 40 മില്യൺ യൂറോയുടെ പാക്കേജാണ് ഏതായാലും ഇപ്പോൾ ടോട്ടൻഹാം ഹോട്ട്സ്പറുമായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ സെല്ലോൺ ക്ലോസും ഉണ്ടാകും. 15% സെല്ലോൺ ക്ലോസ് ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ സെയിലിൽ ടോട്ടൻഹാം ഹോട്ട്സ്പറിന് എന്നാണ് വിവരം. ഏതായാലും ഇതാ വളരെ വളരെ നിർണായകമായ നീക്കങ്ങൾ നടക്കുന്ന ഒരു രാത്രിയാണ്. ട്രാൻസ്ഫർ ജാലകത്തിൽ നിന്ന് ഇന്ന് ചില സുപ്രധാന ന്യൂസുകൾ കൺഫേംഡായി വരും എന്ന് തന്നെ വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.